ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിടിലം ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല, രണ്ട് ഇൻഫർമേഷനുണ്ട്. കുറച്ച് പേർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളിൽ പല ആൾക്കാർക്കും സാലറി കാണും. ഇപ്പോൾ ചെറിയ സാലറി കാണാം, അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 10-ന് മുകളിലോട്ട്, 20-ന് താഴെ, 20-ന് മുകളിലോട്ട്, അങ്ങനെ പല റേഞ്ചിലുള്ള പല കാറ്റഗറിയിലുള്ള സാലറി മേടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്കെല്ലാവരും ലോൺ എടുക്കുന്ന സമയത്ത്, ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് ഈ സാലറിയിൽ ഏത് ബാങ്ക് ചെയ്യും എന്നൊരു പ്രോപ്പറായിട്ടുള്ളൊരു നോളജ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ലോൺ എടുക്കുന്നത് എന്താ പറയുന്നത്, ഒരു ബാങ്കുകളും അല്ലെങ്കിൽ NBFCകളും നമ്മളെ നന്നാക്കാനല്ല ഇരിക്കുന്നത്, അവർക്ക് നന്നാവാൻ വേണ്ടിയാണ്. ഓക്കെ, അല്ലാതെ അദ്ദേഹത്തിന് കുറച്ച് ലോൺ എടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്, കുറച്ച് നന്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ല ബാങ്ക് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ലോൺ എടുത്ത് അത് മുടക്കം വരികയാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളം എത്ര പലിശയാണ് നമ്മൾ ഓരോ ബാങ്കിനും കൊടുക്കുന്നതെന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ ഈ ലോൺ എടുക്കുന്ന പരിപാടി വളരെ ഡേഞ്ചർ പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യമേ ഒന്ന് പറയുന്നേ ഉള്ളൂ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്, സാർ എനിക്ക് ഇത്രയും സാലറി ഉണ്ട്, എനിക്ക് NBFCയിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ സാലറിയിൽ എനിക്ക് ഏത് ബാങ്ക് ലോൺ തരും? അപ്പോൾ അദ്ദേഹത്തിന് സാലറി ഉള്ളത് 15 രൂപയാണ് സാലറി ഉള്ളത്. ഈ 15 രൂപ കേസിൽ നമുക്ക് HDFC ബാങ്കിലോ അല്ലെങ്കിൽ ICICI ബാങ്കിലോ മറ്റേതെങ്കിലും ബാങ്കിലോ നമുക്ക് ചെല്ലുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് കളയും. കാരണം ICICI ബാങ്കിലൊക്കെ 25, 30, HDFCയിലും സെയിം ആണ്, 25, 20, 30 ആ റേഞ്ചിലാണ് സാലറി വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കുറേ പേരുടെ ലോണുകൾ ഇങ്ങനെ റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളത് 15 രൂപ സാലറിയിൽ ലോൺ തരുന്ന കിടിലം ഒരു ബാങ്കിങ് ആണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാങ്കാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വരട്ടെ, അതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്ക് 2 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ് ലോൺ കിട്ടുന്നത്. എല്ലാ ബാങ്കിൻ്റെയും പരസ്യം അങ്ങനെയായിരിക്കും. പക്ഷേ 15 രൂപ സാലറി ഉള്ള ഒരാൾക്കൊന്നും 40 ലക്ഷം രൂപയൊന്നും കിട്ടില്ല. 40 ലക്ഷം രൂപ സാലറി വേണമെങ്കിൽ ഏകദേശം 6-7 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ 40 ലക്ഷം രൂപ സാലറി ഇത് പേഴ്സണൽ ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇവരുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ, നമ്മൾ ബാങ്കിലോ ആക്സിസ് ബാങ്കിൽ പോയി ക്യൂവിൽ നിൽക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ട. 100% ഡിജിറ്റൽ പ്രോസസ്സാണ്. 12 മാസം മുതൽ 84 മാസം വരെ നിങ്ങൾക്ക് അതിൻ്റെ കാലാവധി കിട്ടും. ഇൻട്രസ്റ്റ് വരുന്നത് 11.25% ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കും ലളിതമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കിടിലം ഒരു ഓപ്ഷനാണ് ആക്സിസ് ബാങ്കിൻ്റെ ഈ ഒരു ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ ഞാനിത് എല്ലാവർക്കും അറിയാവുന്ന, ഒരു 90% ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഈ സാലറി ഉള്ളവർക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ചിലരുടെ ധാരണ എങ്ങനെയാണ്, 15 രൂപ സാലറിക്കൊന്നും ബാങ്കിൽ ചെയ്യാൻ പറ്റില്ല, NBFCയിൽ ഏതെങ്കിലും പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ NBFCയിൽ കുറച്ചുകൂടി ഉയർന്ന പലിശയ്ക്കാണ് അവർ ലോൺ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 15 രൂപ സാലറി ഉള്ളവർ എങ്ങും പോകേണ്ട കാര്യമില്ല. ആക്സിസ് ബാങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വളരെ കുറഞ്ഞ പലിശയ്ക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ലോൺ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന രീതികളും മറ്റും ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അതുകൂടാതെ നമ്മുടെ ശ്രദ്ധയിൽ വന്നൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും ചോദിച്ച കാര്യമാണ്, എനിക്ക് മൊബൈൽ വേണം, എൻ്റെ മകന് മൊബൈൽ വേണം, അല്ലെങ്കിൽ മകൾക്ക് മൊബൈൽ വേണം, ഷൂ വേണം, അല്ലെങ്കിൽ വീട്ടിൽ ഫ്രിഡ്ജ് വേണം, TV വേണം, നമ്മുടെ കയ്യിൽ ഫുൾ ക്യാഷ് ഇല്ല, അപ്പോൾ എവിടെ ചെന്നാൽ ലോൺ കിട്ടും? ഇപ്പോൾ ബജാജ് സാധാരണ തരുന്നുണ്ട് കൺസ്യൂമർ ലോൺ, ഒരുവിധം ഫിനാൻസ് എല്ലാം തരുന്നുണ്ട്. ബജാജ്, IDFC അങ്ങനെ കൺസ്യൂമർ ലോൺ തരുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതായത് 4000, 5000, 10000 അങ്ങനെ പല ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ എടുക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തുള്ള ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ തുച്ഛമായ രീതിയിൽ നിങ്ങൾക്ക് മൊബൈലോ അതുപോലെ തന്നെ ഷൂസ്, ചപ്പൽസ്, എന്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മേടിക്കാം. ഇതിൽ ഏറ്റവും കുറഞ്ഞ സിബിലാണ് അവർ പറയുന്നത്. ഏകദേശം 500 സിബിൽ സ്കോർ ഉള്ളവർക്കും അവർ ഈ ഒരു കൺസ്യൂമർ ലോൺ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിലകളും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുക്കുന്നെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിനു മുമ്പ് ഇവിടെ കുറച്ച് ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കൊടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും, അത് കൊടുക്കുക. ഇവിടെ നമുക്ക് സാംസങ് ഗാലക്സി M06 5G എടുക്കാനുള്ളത്. അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാം. 1650 രൂപ മാത്രം നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. 3150 ഉണ്ട്, അതുപോലെ തന്നെ 1650 ഉണ്ട്. 1650 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1833 വെച്ച് 3 മാസത്തേക്ക് നമുക്ക് 0%
0.5% പലിശയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതെല്ലാം വളരെ ഡീറ്റെയിലായിട്ട് ഈ ഒരു ഇൻ്റർഫേസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്കെന്നല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താഴോട്ട് വരുമ്പോൾ 1673 6 മാസത്തേക്ക്, 1230 രൂപ 9 മാസത്തേക്ക്, 1006 രൂപ 12 മാസത്തേക്ക്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലോൺ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ചീപ്പ് റേറ്റിൽ, ചീപ്പ് ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഷൂ വേണം, ഇപ്പോൾ ഷൂവിൻ്റെ ആ ഒരു കാലമാണല്ലോ, ആ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ നമുക്കൊരു ഷൂവിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷൂവിനെ നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ റേറ്റ് വന്നിരിക്കുന്നത് 1152 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. താഴോട്ട് പോകുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം. 191 രൂപയെ ഡൗൺ പേയ്മെൻറ്റ് ഉള്ളൂ. അപ്പോൾ 490 വെച്ച് 2 മാസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ 342 രൂപ വെച്ച് 3 മാസത്തേക്ക് അടയ്ക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. വളരെ നല്ല ഓപ്ഷനാണ്. കാരണം പലിശ, അധികം പലിശ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്, കാരണം ഒറ്റയടിക്ക് ഇത്രയും എമൗണ്ട് എടുക്കാനില്ലെങ്കിൽ ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ. ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ലോണും അതുപോലെ തന്നെ മിൽക്കിൻ്റെ ക്യാഷ്, അതുപോലെ തന്നെ മറ്റ് വണ്ടി വാടകകൾ, സ്കൂൾ ചിലവുകൾ, ആ ഒരു ചിലവുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് എടുക്കാൻ കാണില്ല, ചിലപ്പോൾ 500 രൂപ പോലും കാണില്ല. ആ ഒരു അവസ്ഥ എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എന്നെപ്പോലെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാത്തിലും കിട്ടും, പക്ഷേ അതിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ്, ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ 499 രൂപയുടെ ഹഗിൽ മെൻസ് സ്പോർട്സ് ഷൂവിന് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വെറും 83 രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. കുഴപ്പമില്ല, നല്ല ഷൂ ആണ്. 212 വെച്ച് 2 മാസത്തേക്ക് നമുക്ക് അടയ്ക്കാം, 148 വെച്ച് 3 മാസത്തേക്ക് അടയ്ക്കാം. ഓക്കെ, അതിന് പല പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ താഴെ വിലയും ഡൗൺ പേയ്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കും. വെറും 218 രൂപ കൊടുത്താൽ മതി. ഇവിടെ 561 രൂപ വെച്ച് 2 മാസത്തേക്ക് അടയ്ക്കാം, 393 രൂപ വെച്ച് 3 മാസത്തേക്ക് അടയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്, ആരും ചിന്തിക്കേണ്ട, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം അറിയാത്ത 1% ആൾക്കാർക്കെങ്കിലും കാണും, അവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുവഴി ഫ്ലിപ്കാർട്ടിൽ പോയും നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാം. ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ, ഇതിലെല്ലാം നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് പോയാൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് EMI കിട്ടും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. പലിശ സാധാരണ കുറവാണ്. ഇത്രയും ക്യാഷ് നമ്മുടെ കയ്യിൽ ഒരുമിച്ച് എൻ്റെ കയ്യിൽ ഇല്ലാതെ വരും, 1 രൂപ പോലും ഇല്ലാതെ വരും. ആ സമയത്തൊക്കെ ഞാൻ ഈ ഒരു സ്നാപ് മിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വീഡിയോ ചെറുതായി ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് അത് ചെയ്തിട്ടുണ്ട്. അന്ന് കുറച്ച് പേർക്കെല്ലാം ഉപകാരപ്പെട്ടു, തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, 2 ഇൻഫർമേഷൻ പറയാനാണ് ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, 15 രൂപ സാലറി വെച്ച് നമുക്ക് ലോൺ കിട്ടുന്ന കിടിലം ഒരു ബാങ്ക്, ഒരു കോപ്പറേറ്റീവ് ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ഇനി 15 രൂപ സാലറി ഉള്ളവർ NBFCയിൽ വലിയ പലിശയ്ക്ക്, അതായത് മുത്തൂട്ട്, ഫുള്ളട്ടോൺ, ക്യാപിറ്റൽ ഫസ്റ്റ്, മാഗ്മ, ശ്രീറാം, ഇങ്ങനെയുള്ള ഫിനാൻസിലൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഇന്നലെ 2 ടീംസ് മാഗ്മ ഫിനാൻസിൽ പോയിട്ട് കുറച്ച് കൂടുതൽ പലിശയ്ക്ക് ഈ ഒരു സാലറിയിൽ ചെയ്തതായിട്ട് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യമില്ല, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പൈസയ്ക്ക് എത്ര പലിശയായാലും ലോൺ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊന്നും നമുക്കൊന്നും ചെയ്യാനോ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സാലറിയുള്ള ആക്സിസ് ബാങ്കിൽ തന്നെ ചെല്ലുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ സ്കൂൾ തുറക്കുന്ന സീസണിലൊക്കെ ഈ പറയുന്ന പോലെ സ്നാപ് മിൻറ്റ് നല്ല യൂസ്ഫുള്ളാണ്. EMIയിൽ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.